ഹല്ലേലൂയ. കർത്താവിൽ പ്രിയമുള്ളവരെ, മഹത്വത്തിൻ സാന്നിധ്യം എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 34-ാം സങ്കീർത്തനം 22-ാം വചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: കർത്താവ് തന്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു. കർത്താവ് തന്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, നമ്മെ രക്ഷിക്കുന്ന കർത്താവിന്റെ മുൻപിലാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. പരിപൂർണമായും ഈ വചനത്തിലൂടെ വെളിപ്പെടുന്ന വാഗ്ദാനത്തിൽ നമുക്ക് വിശ്വസിക്കാം. ഇന്നേ ദിവസം തിരുരക്തത്തിന്റെ അത്ഭുത ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പങ്കുവെക്കട്ടെ, യേശുവിന്റെ രക്തം അത്ഭുത രക്തമാണ്. യേശുവിന്റെ രക്തം സുഖപ്പെടുത്തുന്ന രക്തമാണ്. യേശുവിന്റെ രക്തം വിമോചിപ്പിക്കുന്ന രക്തമാണ്. യേശുവിന്റെ രക്തം അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്ന രക്തമാണ്. യേശുവിന്റെ രക്തം പാപ രോഗ ശാപ ബന്ധനത്തിന്റെ അടിസ്ഥാനങ്ങളെ തകർക്കുന്ന രക്തമാണ്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു എങ്കിൽ ഈ സ്തുതി ആരാധനയിൽ വലിയ ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കേ: തിരുരക്തമേ, യേശുവിന്റെ രക്തമേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ കുടുംബങ്ങളെ കഴുകണമേ, തലമുറകളെ കഴുകണമേ, വംശപരമ്പരകളെ കഴുകണമേ, സൗഖ്യം നൽകണമേ, അഭിഷേകം നൽകണമേ, വിമോചനം നൽകണമേ. ഈ ഒരു വിശ്വാസത്തോടെ ദൈവമക്കളെ കരമടിച്ച് പാടി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ, തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ചേർന്ന് പാടി എല്ലാവരും അഭിഷേകത്തോടെ പാടി. സമയം. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ, തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഈ സമയം നമ്മുടെ വലതുകരം നിങ്ങൾ ഓരോരുത്തരുടെ സ്വന്തം ശിരസിൽ വയ്ക്കുക. നമ്മൾ പാടുകയാണ്: ഞാൻ രക്തത്തിന്റെ മറവിലാണ്. I stay right under the blood. 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 Where the devil can do me no harm. Where the devil can do me no harm. ചേർന്ന് പാടുന്നു: I stay right under the blood. എല്ലാവരും I stay right under the blood. അരമടിച്ചു പാടിയേ: I stay right under the blood. Where the devil can do me no harm. Where the devil can do me no harm. ദൈവമക്കളെ, ഇരു കരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിലേക്ക് നമ്മൾ ഉയർത്തിപ്പിടിക്കുകയാണ്. വിശ്വാസത്തോടെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കേ: പരിശുദ്ധാത്മാവേ, തിരുരക്തത്തിന്റെ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളെ കഴുകണമേ, തലമുറകളെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്തിന്റെ യഥാർത്ഥ പവർ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പകരണമേ. എല്ലാ സാത്താൻ അടിസ്ഥാനങ്ങളും തകരട്ടെ. യേശുവിന്റെ രക്തത്താൽ അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. മാറാ രോഗങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ രക്തത്താൽ മാറാ രോഗികൾ സുഖപ്പെടട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ മാനസിക രോഗികൾ അത്ഭുത വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. വിശ്വാസത്തോടെ തിരുരക്തത്തെ വിളിക്കേ, തിരുരക്തത്തെ വിളിക്കേ. ഹൃദയം തുറന്ന്, അതിരം തുറന്ന് യേശുവിന്റെ രക്തത്തെ വിളിക്കേ. യേശുവിന്റെ
രക്തമേ, അത്ഭുത രക്തമേ, പരിശുദ്ധ രക്തമേ, ഞങ്ങളെ കഴുകണമേ, കഴുകണമേ, കഴുകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ കഴുകണമേ. പൈശാചിക ആധിപത്യ അധികാര ശക്തികള് രക്തത്തിന്റെ ശക്തിയാ യോഗ്യതയാ ചിഹ്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിലുള്ള പൈശാചിക ആധിപത്യങ്ങൾ, സ്വാധീനങ്ങൾ നിർവീര്യമാകട്ടെ. I bind all the spirit in the name of Jesus. യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ കുരിശിനാൽ, യേശുവിന്റെ മുറിവുകളാൽ സാത്താനെയും അവന്റെ ദൂതഗണങ്ങളെയും നിത്യ നരകാഗ്നിയിലേക്ക് ആട്ടി പയക്കുന്നു. കുടുംബങ്ങൾ, തലമുറകൾ പരിപൂർണമായി വിടുതൽ പ്രാപിക്കട്ടെ. പാപബന്ധനത്തിന് കെട്ടുകൾ അറിയട്ടെ. രോഗബന്ധനത്തിൽ മുഖങ്ങൾ ഒടിയട്ടെ. ശാപ മുഖങ്ങൾ ഒടിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നവീകരിക്കണമേ, സൗഖ്യമാക്കണമേ, അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. Holy Spirit, fill us, fill us, fill us. Hallelujah, hallelujah, hallelujah. യേശുവിന്റെ രക്തത്താൽ പരിപൂർണ വിമോചനം, യേശുവിന്റെ രക്തത്താൽ പരിപൂർണമായ അനുഗ്രഹം, യേശുവിന്റെ രക്തത്താൽ സമ്പൂർണമായ അഭിഷേകം ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വളരെ വലിയ പ്രാർത്ഥനയോടെ കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. ജൂലൈ മാസം 1-ാം തീയതി ആഗോള സഭയിൽ തിരുരക്തത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആദ്യമേ തന്നെ എല്ലാ ദൈവമക്കൾക്കും തിരുരക്തത്തിന്റെ തിരുനാൾ ആശംസിക്കുന്നു. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് തിരുരക്തത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്. നമ്മൾ എല്ലാവരും തന്നെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് അറിയുന്നവരാണ്. തിരുരക്തത്തിന് എന്താണ് ഇത്രമാത്രം ശക്തി? എന്തുകൊണ്ടാണ് പിശാച് യേശുവിന്റെ രക്തത്തെ വളരെയധികം ഭയപ്പെടുന്നത്? നമ്മൾ വചനത്തിലൂടെ അല്പം ഒന്ന് ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 11-ാം വചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി. എന്താണ് ഈ വചനം നമ്മോട് പറയുന്നത്? അവരാകട്ടെ ആരെ? യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവരെ, യേശുക്രിസ്തുവിന്റെ വിളി ലഭിച്ചവരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ. അവർ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ശത്രുവായ പിശാചിന്റെ മേൽ വിജയം നേടി. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് തിരുരക്തത്തിന്റെ യഥാർത്ഥമായ ശക്തി ഇവിടെ വെളിപ്പെടുകയാണ്. ഒന്നാമത്തെ തലം ഇതാണ്: യേശുവിന്റെ രക്തം സാത്താനി ശക്തികളുടെ മേൽ നമുക്ക് വിജയം നൽകുന്നു. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ചോദിക്കുക, നമ്മുടെ കർത്താവ് എന്തിനാണ് നമ്മെപ്പോലെ രക്തത്തിലും മാംസത്തിലും ഭാഗഭാക്കായി ഈ ലോകത്തിലേക്ക് വന്നത്? യോഹന്നാൻ എഴുതിയ ലേഖനം, 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വചനത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാനത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. യേശു ലോകത്തിലേക്ക് എന്തിനാ വന്നത്? പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ. സാത്താന്റെ ആധിപത്യത്തെ യേശു എങ്ങനെയാണ് തകർത്ത് കളഞ്ഞത്? പൗലോസ് അപ്പോസ്തലൻ കൊളോസ്സേ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാം വചനത്തിൽ ഇപ്രകാരം വചനം പ്രഖ്യാപിക്കുന്നുണ്ട്: ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും
ക്രിസ്തു കുരിശിൽ നിരായുധമാക്കി. പിശാചിന്റെ മേലും അവന്റെ ദൂതഗണങ്ങളുടെ മേലും യേശു വിജയം നേടി അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി മാറ്റി. തന്റെ കാൽവരി കുരിശിലെ മരണത്തിലൂടെ, തന്റെ ഉത്ഥാനത്തിലൂടെ പിശാചിന്റെ എല്ലാ പ്രവൃത്തികളെയും സാത്താന്റെ എല്ലാ ആധിപത്യങ്ങളെയും യേശു ക്രിസ്തു നിരായുധമാക്കി അവയുടെ മേൽ വിജയം ആഘോഷിച്ച് പിശാചിനെ പരസ്യമായി അവഹേളന പാത്രമാക്കി മാറ്റി എന്നാണ് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവമക്കളെ, എന്തുമാത്രം ആനന്ദം നൽകുന്ന ഒരു വാർത്തയാണിത്. യേശു ക്രിസ്തുവിൽ സാത്താന് ശക്തികളെ മേൽ നമുക്ക് വിജയമുണ്ട്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് തിരുരക്തത്തിൽ ഇത്രമാത്രം പിശാച് ഭയപ്പെടുന്നത്? ഹെബ്രായ പുസ്തകം 7-ാം അധ്യായം 26-ാം വചനത്തിൽ വളരെ വ്യക്തമായി വചനം പഠിപ്പിക്കുന്നുണ്ട് യേശുവിന്റെ 4 പ്രത്യേകതകളെ കുറിച്ച്. യേശു അവൻ പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനുമാണ്. തിരുരക്തത്തിന്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുക. എന്തുകൊണ്ട് നമ്മൾ യേശുവിന്റെ രക്തം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തലമുറകൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്? പൈശാചിക ആധിപത്യങ്ങൾ ഛിന്ന ഭിന്നമാകുന്നതിന് കാരണം എന്താ? വചനം പഠിപ്പിക്കുന്നു, യേശു പരിശുദ്ധരിൽ പരിശുദ്ധനാണ്. നമുക്കറിയാം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വചനത്തിൽ കാണുന്നുണ്ട്. അവിടെ പിശാച് ബാധിച്ച മനുഷ്യൻ യേശുവിനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. യേശുവേ, നീ ആരാണെന്ന് എനിക്കറിയാം. നീ ദൈവത്തിന്റെ പരിശുദ്ധനത്രേ. നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. പിശാച് പോലും സാക്ഷ്യപ്പെടുത്തുകയാണ് യേശു പരിശുദ്ധനാണെന്ന്. സ്വർഗം സാക്ഷ്യപ്പെടുത്തി. ദൈവപിതാവ് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ലോകം സാക്ഷ്യപ്പെടുത്തി. പിലാത്തോസ് പറഞ്ഞു, യേശുവിനൊരു കുറ്റവും ഞാൻ കാണുന്നില്ല. യേശുവിനെ കുരിശുമരണം നടപ്പാക്കിയ ആ സെഞ്ചൂറിയൻ ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഇവൻ സത്യമായും ദൈവത്തിന്റെ പുത്രനായിരുന്നുവെന്ന്. സ്വർഗവും ലോകവും നരകവും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തി യേശു പരിശുദ്ധനാണ്. യേശു പരിശുദ്ധനായിരുന്നത് കൊണ്ട് യേശുവിന്റെ ശരീരവും യേശുവിന്റെ രക്തവും പരിശുദ്ധമായി. യേശുവിന്റെ രക്തത്തിന് മേൽ പിശാചിന് അവകാശം പറയാൻ പറ്റില്ല. കാരണം യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ്. 2-ാമത് വചനം പറയുന്നു, യേശു ദോഷരഹിതനാണ്. അവൻ പാപം അറിയാത്തവനാണ്, പാപം ചെയ്യാത്തവനാണ്. പൗലോസ്ലീഹ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5:21 പറയുന്നുണ്ട്, പാപമറിയാത്ത യേശു ക്രിസ്തുവിനെ ദൈവപിതാവ് നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. പാപമറിയാത്ത യേശുവിനെ, അവനിൽ പാപമില്ല, യേശുവിൽ ചതിയില്ല, യേശുവിൽ കളങ്കമില്ല, യേശുവിൽ അശുദ്ധിയില്ല, യേശുവിൽ ലോകത്തിന് ഒരു സ്വാധീനവുമില്ല. ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, നമ്മുടെ കർത്താവ് ദോഷരഹിതനാണ്, പാപമറിയാത്തവനാണ്. ഇതാണ് തിരുരക്തത്തിന്റെ പവർ. ഞാൻ വീണ്ടും പറയട്ടെ, യേശുവിന്റെ രക്തത്തിന്റെ മുകളിൽ പിശാചിന് അവകാശം പറയാൻ പറ്റില്ല മക്കളെ. ബ്ലഡ് ഓഫ് ജീസസ് എന്ന് കേൾക്കുമ്പോൾ പിശാച് ഭയന്ന് വിറയ്ക്കും. നാരകീയ ശക്തികള് പേടിച്ചു വിറയ്ക്കും. ശാപബന്ധനങ്ങള് തകരും, രോഗക്കെട്ടുകള് അഴിയും, പാപസ്വാധീനങ്ങള് നിർവീര്യമാകും. കാരണം യേശു പാപമറിയാത്ത ദൈവത്തിന്റെ കുഞ്ഞാടാണ്. വീണ്ടും വചനം സാക്ഷ്യപ്പെടുത്തുന്നു, അവൻ നിഷ്കളങ്കനാണ്. ശമത്തായുടെ സുവിശേഷം 27:3 യേശുവിനോടുകൂടെ 3 കൊല്ലം നടന്ന യൂദാസ് പറയുന്നുണ്ട്, നിഷ്കളങ്ക രക്തത്തൊറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തു പോയി. യേശുവിൽ ചതിയില്ല, വഞ്ചനയില്ല, അവൻ നിഷ്കളങ്കനാണ്, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനാണ്. ഈ വചനഭാഗം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എന്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് നമ്മുടെ കൂട്ടായ്മയുടെ 5 ദിവസത്തെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കാൻ ഒരു കുടുംബം വന്നു. അവർ വികാരിയച്ഛന്റെ എഴുത്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എഴുത്ത് വായിച്ചപ്പോൾ വികാരിയച്ഛൻ പറഞ്ഞിരിക്കുന്നത്, സന്തോഷേ, ഈ കുടുംബത്തെ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി കാണണം, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ കുടുംബം നേരിടുന്നൊരു വലിയ പ്രതിസന്ധി എന്താണെന്ന് അച്ഛൻ ആ എഴുത്തിൽ വിവരിച്ചിട്ടുണ്ട്. ആ കുടുംബം മുഴുവൻ ആട്ടിൻ മൂത്രത്തിന്റെ മണമാണ്, ചാണകത്തിന്റെ മണം. ഭക്ഷണം കഴിക്കുമ്പോഴും വെറുതെ ഇരിക്കുകയാണെങ്കിലും ആ കുടുംബ അന്തരീക്ഷം മുഴുവൻ ആട്ടിൻ മൂത്രത്തിന്റെ മണവും അതുപോലെ തന്നെ ചാണകത്തിന്റെ മണവും. നാളുകളായി ആ കുടുംബം കഷ്ടപ്പെടുകയാണ്. ആദ്യം ഇവര് വന്ന് ഈ അനുഭവം എന്നോട് പങ്കുവെച്ചു.
ഞാൻ ആദ്യം ചിന്തിച്ചു ഇത് സൈക്കോളജിക്കലായ മാനസികമായ എന്തെങ്കിലും ഒരു വിഷയമായിരിക്കുന്നു. വികാരിച്ചൻ പറഞ്ഞു എനിക്കത് നേരിട്ട് ബോധ്യമുള്ളൊരു അനുഭവമാണ്. മാത്രമല്ല ഇവരെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും പറ്റിക്കാവുന്ന വ്യക്തികളല്ല. അപ്പൊ ഇതിലെന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു ആലോചന തന്നു, യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. തിരുരക്തത്തോടുള്ള ബന്ധത്തിൽ ചില വചനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ദിവസം അവരോട് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ വന്ന് അവിടെ വീടൊക്കെ വെഞ്ചരിച്ച് അച്ഛനോടും ഈ പ്രാർത്ഥന ചൊല്ലി ആ കുടുംബത്തെ പ്രത്യേകമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. പ്രിയമുള്ളവരെ, അവർ ദിവസങ്ങളോളം കർത്താവിന്റെ രക്തം വിളിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സമാപനത്തിൽ ഒരു ദിവസം കുടുംബം മുഴുവൻ ഉപവസിച്ചു. അവിടുത്തെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ വന്ന് ആ വീട് വെഞ്ചരിച്ചു. അച്ഛൻ തന്റെ പൗരത്വ അധികാരം ഉപയോഗിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, അവർ പിന്നീട് അത്ഭുതകരമായി സാക്ഷ്യപ്പെടുത്തി. വർഷങ്ങളായി അവരുടെ കുടുംബത്തെ സ്വാധീനിച്ചിരുന്ന ഈ ആട്ടിമൂത്രത്തിന്റെ, ഈ ചാണകത്തിന്റെ ആ ദുർഗന്ധത്തിൽ നിന്ന് അത്ഭുതകരമായി പരിശുദ്ധാത്മാവ് തിരുരക്തത്തിലൂടെ ആ കുടുംബത്തിന് സമ്പൂർണമായ വിമോചനം നൽകി. ഹല്ലേലൂയ. ഈ വചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അനേക മക്കൾ ഇതുപോലെ ഭാരപ്പെടുന്നുണ്ട്. കുടുംബ അന്തരീക്ഷത്തിൽ, കുടുംബത്തിലെ അംഗങ്ങളിൽ, തലമുറകളിൽ സ്വാധീനം പുലർത്തുന്ന ചില സാത്താൻ ആധിപത്യങ്ങൾ എന്തു ചെയ്യണം, ഏത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുന്നവരെ, ഭാരപ്പെടുന്നവരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുവെന്ന് ഈ സമയം പരിശുദ്ധാത്മാവ് ശക്തമായ പ്രേരണ തരുന്നുണ്ട്. സഹോദര സഹോദരി, നിങ്ങൾ അനുഭവിക്കുന്ന വിഷയം എന്തുമാകട്ടെ, തകർച്ച എന്തുമാകട്ടെ, കർത്താവിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്ക്. വചനം പറയുന്നു, വെളിപാട് 12:11 നമ്മൾ പഠിച്ചു, അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ശത്രുവായ പിശാചിന് മേൽ വിജയം നേടി. യേശുവിന്റെ തിരുരക്തത്തിൽ സാത്താന്യ ശക്തികളുടെ മേലുള്ള വിജയം നമുക്കുണ്ടെന്ന് ദൈവത്തിന്റെ വചനം ഉറപ്പിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തിന്റെ മറവിലായിരിക്കുന്ന വ്യക്തികളെ, യേശുവിന്റെ രക്തത്തിന്റെ മറവിലായിരിക്കുന്ന കുടുംബങ്ങളെ, തലമുറകളെ, കൂട്ടായ്മകളെ തകർക്കാൻ ഒരു ദുഷ്ടശക്തിക്കും സാധ്യമല്ല എന്ന് വചനം ഉറപ്പോടെ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് അനേകരുത് പറയാറുണ്ട്, സഹോദര ഞങ്ങൾ തിരക്തം വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് സൗഖ്യം കിട്ടുന്നില്ല, വിടുതൽ കിട്ടുന്നില്ല, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? തിരുരക്തത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, പിന്നെ എന്തുകൊണ്ടാ? അത് വിളിച്ചു പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ വേണ്ടത്ര ഒരുക്കമില്ല, വിശുദ്ധിയില്ല. സ്വന്തം സാക്ഷ്യത്തിന്റെ വചനമുണ്ടാകണം. വിശുദ്ധിയോടെ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ തിരക്തം വിളിച്ച് പ്രാർത്ഥിക്കാൻ. നിങ്ങൾ അപ്രകാരം ഒന്ന് ചെയ്തു നോക്ക്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക, വെല്ലുവിളിക്കുക. നിങ്ങൾ ചെയ്തു നോക്കുന്നേ. റിസൾട്ട് ഉണ്ടായാൽ നിങ്ങൾ കൂട്ടായ്മയുമായിട്ടൊന്ന് ബന്ധപ്പെടും, ഒന്ന് ഫോൺ ചെയ്യ്. നമുക്ക് ഒരുമിച്ച് കർത്താവിൽ ആനന്ദിക്കാം. രണ്ടാമത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി പാപ സ്വഭാവത്തിൽ നിന്ന്, പാപ സ്വാധീനങ്ങളിൽ നിന്ന് ക്രിസ്തുവിന്റെ രക്തം നമുക്ക് വിജയം നൽകുന്നു. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 1:7 പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ മറ്റൊരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. നാളുകൾക്ക് മുൻപ് ഒരു ധ്യാന ശുശ്രൂഷയ്ക്കായി ഒരു സ്ഥലത്ത് കടന്നു ചെന്നു. അവിടെ ചെന്ന വശം ഒരു 10-45 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരൻ ഓടി വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, ബ്രദർ, എന്റെ 7-ാമത്തെ ധ്യാനമാണിത്. ഈ ധ്യാനത്തിലെങ്കിലും കർത്താവ് എന്നെ വിടുവിച്ചില്ലെങ്കിൽ ഞാൻ ഇനി മരിക്കാനാ പോകെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വിഷയം ഇതായിരുന്നു, വളരെ വർഷങ്ങളായി പിശാച് ഒരു പാപ സ്വഭാവത്തിൽ അദ്ദേഹത്തെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, താങ്കൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന്, ഈ പാപകരമായ ബന്ധനത്തിൽ നിന്ന് യേശുവിന്റെ രക്തത്തിലൂടെ അത്ഭുതകരമായ വിമോചനമുണ്ട്. ആ ധ്യാനത്തിന്റെ 3-ാമത്തെ ദിവസം അദ്ദേഹം ഷെയറിങ്ങിനായിട്ട് വന്നു. അദ്ദേഹം ഷെയർ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങിയപ്പോൾ പരിശുദ്ധാത്മ ഇപ്രകാരം ഒരു സന്ദേശം തന്നു, ക്രിസ്തുവിന്റെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. അല്പം കഴിഞ്ഞിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞു കാണും, യേശുവിന്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം താഴെ തറയിലേക്ക് അങ്ങ് മറിഞ്ഞു വീണു. ഈ പാമ്പ് തറയിലൂടെ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് നടക്കുന്ന പോലെ ഇതൊക്കെ എഴഞ്ഞ് നടക്കുകയാ.
എപ്രകാരമാണ് ഈ മനുഷ്യൻ ആ പാപപ്രവൃത്തി ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ അകത്തുണ്ടായിരുന്ന ആ പാപത്തിന്റെ സ്വാധീനത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങ് പിഴുതു കളയുകയാണ്. ഞങ്ങൾ ടീം മുഴുവൻ ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിന്റെ രക്തത്താൽ ഈ മനുഷ്യന്റെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ഈ പാപബന്ധനത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് ഈ സഹോദരനെ പരിപൂർണമായി സ്വതന്ത്രനാക്കുന്നെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത്, യേശുവിന്റെ രക്തം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോർമലായി വരാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം അങ്ങ് ഉറങ്ങിപ്പോയി. ശുശ്രൂഷയ്ക്ക് ശേഷം അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സഹോദര, ഞാനിപ്പോൾ എന്തെന്നില്ലാത്ത വലിയൊരു ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, സഹോദരൻ എന്താ സംഭവിച്ചത്? അദ്ദേഹം എന്നോട് പ്രകാരം പറഞ്ഞു, യേശുവിന്റെ രക്തം എന്ന് വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു വലിയൊരു പവർ എന്നിൽ വന്ന് നിറയുന്ന അനുഭവം ഉണ്ടായി. എന്താ സംഭവിച്ചത് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ദൈവമക്കളെ, നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ക്രിസ്തുവിന്റെ തിരുരക്തം പാപസ്വഭാവങ്ങളിൽ നിന്ന്, പാപസ്വാധീനങ്ങളിൽ നിന്ന് നമുക്ക് വലിയ വിജയം നൽകുന്നു. പരിപൂർണമായും കർത്താവിന്റെ വചനത്തിൽ എളിമപ്പെട്ട് ഇന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച ഈ വചനങ്ങളെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കാം. ഒരു സമ്പൂർണമായ വിമോചനത്തിനു വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ പരിപൂർണമായും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് തുടർന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ യേശുവിന്റെ രക്തത്തെ വിളിച്ച് അത്ഭുത സൗഖ്യത്തിനും വിടുതലിനുമായി നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വളരെ വലിയ